അസനെ നമസ്കാരം. ലോക്സഭാ ഇലക്ഷൻ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപേ തന്നെ കേന്ദ്രത്തിൽ ഒരു പൊട്ടിത്തെറിയൊക്കെ നടന്നു. ഏകദേശം 2-3 മാസങ്ങൾക്ക് മുന്നേ തന്നെ കോൺഗ്രസ് അമ്മായിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇത്തവണ എന്തൊക്കെയോ അങ്ങ് പൊളിക്കും തകർക്കും എന്നൊക്കെ പറഞ്ഞ് പുലി പോലെ വന്നതായി പലി പോലെ പാവം പെറ്റ തള്ള കണ്ട സഹിക്കില്ല. എന്തൊക്കെയായിരുന്നു ഇത്തവണ 10-22ഓളം വരുന്ന കക്ഷികളുമായി സഖ്യത്തിലാവാനുള്ള ഒരുക്കമാണെന്നും അതൊന്നും ഇപ്പൊ വെളിവിടാൻ പറ്റില്ല എന്നും BJP അടിപ്പടലം പൂട്ടിക്കെട്ടി അമ്പെല്ലാം ആവനാഴിയിൽ നിറച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് ഖാർഗെ പറഞ്ഞത്. പക്ഷെ അമ്പില്ലാതെ ആവനാഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വാസ്തവം. എൻ്റെ അർജുന, ഈ പറയുമ്പോഴെല്ലാം ഉറപ്പിച്ചിട്ടുണ്ടേ പറയാൻ. അർജുനൻ വിചാരിച്ചത് അർജുനും അമ്മായിയും പറയുന്ന പോലെ എല്ലാ പേരും ഇപ്പൊ കേൾക്കുമെന്നായിരുന്നു. ദേ കിടക്കുന്നത് എല്ലാ പുല്ലും പോയി. വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളിൽ ഒരെണ്ണം കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. പറയാനുള്ള കാരണം അതാണ്ടേ ഇതാണ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ ഒരു സീറ്റ് പോലും അർഹിക്കുന്നില്ല. എന്നാൽ സഖ്യത്തിൻ്റെ ധർമ്മം വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് കൊടുക്കുന്നത് അണ്ടേ പാർട്ടിക്ക് എല്ലും കഷ്ണം കൊടുക്കുന്നതൊക്കെ. കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റിലും AAP 6 സീറ്റിലും മത്സരിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴും നിർദ്ദേശിക്കുന്നു. ചാരയും ഒക്കെ നക്കായി. എന്നാൽ ഇപ്പോൾ കിടന്ന് കരഞ്ഞ് കാലി പിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും അത് 3 ആക്കിയെടുത്ത് ഡൽഹിയിൽ അധികാരത്തിലുള്ള AAP ബാക്കിയുള്ള 4 സീറ്റുകളിൽ മത്സരിക്കും. ഈ ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അർജുനൻ പിള്ള പിണങ്ങി. ഞാൻ മറ്റത് പറഞ്ഞു കൊടുക്കുമേ എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. ഈ മറ്റേത് എന്താണെന്നാണ് ഇപ്പോഴും ആർക്കും മനസ്സിലാകാത്തത്. അങ്ങനെയാണ് 3 സീറ്റ് കിട്ടിയത്. ഈ ആഴ്ച ആദ്യം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചർച്ചകൾ വളരെ വൈകി എന്നൊക്കെ പ്രതികരിച്ചു. എന്നാൽ ഈ ചൂല് തന്നെയാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് പങ്കിടൽ കരാർ അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞതും നുണയെന്ന് പറഞ്ഞ ഈ കേജ്രിവാളിന്റെ നഖത്തിനിടയിലിരിക്കുകയാണ്. ഈ ചർച്ച തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 3 മാസങ്ങൾക്ക് അപ്പുറമായി. ഡൽഹിയിൽ AAP കോൺഗ്രസ് സഖ്യം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, അറിയണമെന്തോ ഒറ്റയ്ക്കുന്ന ഒരു ചുക്ക് നടക്കില്ലെന്ന് തോന്നിയ അമ്മായിയുടെ കളികളെന്നത്. ഇനി അടുത്ത 2-3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ എന്തോ ഡൽഹിയിൽ അങ്ങ് കലങ്ങി മറിയെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കാണാം. മെറിറ്റ് അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ ഒരു സീറ്റ് പോലും അർഹിക്കുന്നില്ല. എന്നാൽ സഖ്യത്തിന്റെ ധർമ്മം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റിലും AAP 6 സീറ്റുകളിലും മത്സരിക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇത് പറഞ്ഞത് സന്ദീപ് പതക്കാണ്. ആ അമ്മായിയുടെയും പപ്പുവിന്റെയും ഒക്കെ ഒരു വിലയെ ഒരു ചൂലിന്റെ വില പോലും ഇല്ല. അപ്പോഴാണ് അമ്മായി ഒരു അടി അടിച്ചത്. നമ്മുടെ കാളറാതെ മുന്നോട്ട് പോകും. അപ്പൊ പിന്നും പതക്കെ പറഞ്ഞാണ് DMC തെരഞ്ഞെടുപ്പിൽ 259 സീറ്റ് കണ്ടിട്ടാണ് ഈ തള്ള വന്നിട്ട് താളം പെടുന്നത്. നോക്ക്, യവതിക്ക് വരെ വായും വെച്ചുകൊണ്ട് മിണ്ടായിരുന്നു ഇവിടെ. അപ്പോഴാണ് കേജ്രിവാളിന്റെ അടുത്ത ഡയലോഗ്. പഞ്ചാബിലെയും ചണ്ഡീഗഡിലെയും 14 ലോക്സഭാ സീറ്റുകളിലും നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കും. അതുപോലെ തന്നെ അസമിൽ 3 സീറ്റുകളിലും ഗുജറാത്തിൽ 2 സീറ്റുകളിലും മത്സരിക്കാനുള്ള തീരുമാനവും AAP ഏകപക്ഷീയമായി പറഞ്ഞത് അമ്മായി അർജുനായിട്ട് വട്ടുപിടിപ്പിക്കുകയാണ്. എന്തായാലും അല്പം ആശ്വാസം അമ്മായിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ ഒരു ധാരണയിലെത്തി. കോൺഗ്രസ് 17 ലോക്സഭാ സീറ്റുകൾ മത്സരിക്കുമ്പോൾ ബാക്കി 63 സീറ്റുകളിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിക്കും ഇന്ത്യ ബ്ലോക്കിന്റെ മറ്റ് സഖ്യകക്ഷികൾക്കും ആയിരിക്കും. എന്നിട്ട് അമ്മായി ഒരു പാദം കൂടി അങ്ങ് ചെയ്തു. അവിടേക്ക് കയറി കളിച്ചാൽ പണി കിട്ടുമെന്നറിയാവുന്ന അമ്മായി മധ്യപ്രദേശിലെ ഖജുരാഹോ സീറ്റ് SP കൊടുത്തിട്ട് പൊടിയും തട്ടിയിടങ്ങ് പോയി. അപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ മാസ് ഡയലോഗ്. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോണെന്ന്. ചൂലും മമതയും കൂടി അമ്മായിയെ 2 സൈഡിൽ നിന്ന് കൂടിയിട്ട് ഞെരുക്കി കൊല്ലാണ്. മമത പറഞ്ഞ കാര്യം അമ്മായിക്ക് പിടിച്ചില്ല. അതുകൊണ്ടാണ് ഒറ്റ കക്ഷിക്ക് നിൽക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷേ AAPക്ക് അടുത്ത് പറഞ്ഞ പോലെ മറ്റേ കാര്യം ഞാൻ പറയുന്നപ്പോൾ മമത 2 ഘട്ട ഐറ്റമാണ് അർജുനൻ അറിയാവുന്നുണ്ട്. ചൂളിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ പറഞ്ഞാൽ അവർ ചെവള തുള്ളി കയറിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും എന്നറിയാവുന്ന അർജുനൻ അമ്മായി അങ്ങ് വിലക്കി. ഏതായാലും അർജുനൻ എന്തൊക്കെയോ കഴിയുമെന്ന് വിചാരിച്ച സോണിയ അമ്മായി ഇപ്പൊ കിടന്ന് ചക്രശ്വാസം വരികയാണ്. എന്തായാലും പപ്പുവിന്റെ പാർട്ടി ഇത്തവണയും 8 നില പൊട്ടുമെന്ന് തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പുണ്ട് മനസ്സിലാവുന്നത്.